ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇത് 4ാമത്തെ നോമ്പിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് ഹംദാൻ്റെ ബർത്ത്ഡേയും കൂടിയാണ്. അപ്പോൾ അവൻ്റെ 2-3 ഫ്രണ്ട്സും ഒക്കെ നോമ്പ് തുറക്കാനും ഒക്കെ ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനൊരു 12 മണിയോടുകൂടിയാണ് കിച്ചണിലേക്ക് വന്നത്. എനിക്ക് പുറത്ത് പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് വന്ന് 12 മണിയോടുകൂടി ആണ് വീട്ടിലേക്ക് വന്നത് തന്നെ. എന്നിട്ട് കുറച്ച് ക്ലീനിങ്ങും അലക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടാണ് കിച്ചണിലേക്ക് വന്നത്. ഇപ്പോൾ രാത്രി ആയപ്പോഴാണ് കേട്ടോ ഇങ്ങനൊരു പ്ലാനിങ് വന്നത്. അപ്പോൾ തലേ ദിവസം തന്നെ ഞാൻ എന്തൊക്കെ വേണം, എന്തൊക്കെ ഉണ്ടാക്കണം എന്നുള്ളൊരു ചെറിയൊരു ഐഡിയ ഉണ്ടായിരുന്നു. അപ്പോൾ അതനുസരിച്ച് തന്നെ രാവിലെ ഞാൻ സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്തിട്ട് അതൊക്കെ വരുത്തി കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഞാൻ പുറത്തേക്ക് പോയത്. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ മെനു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഫ്രൂട്ട് സാലഡ്, ഈസി ആയിട്ടുള്ളൊരു ഫ്രൂട്ട് സാലഡ് ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ കുട്ടികളുടെ പരിപാടിയാണല്ലോ, അപ്പോൾ ബർഗർ ആക്കണം. പിന്നെ ഒരു ബ്രെഡ് പോക്കറ്റ് ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ജ്യൂസായിട്ട് വാട്ടർ മെലണും നോർമൽ ലൈമും തന്നെയാണ് കേട്ടോ ചെയ്യുന്നത്. പിന്നെ മെയിൻ ഫുഡ് നമ്മൾ കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയ സെയിം മട്ടൻ മജ്ബൂസ്, അതാണ് മെയിനായിട്ട് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം ഫ്രൂട്ട് സാലഡിന് വേണ്ടിയിട്ടുള്ള ഫ്രൂട്ട്സ് എല്ലാം കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിന് മുൻപ് മട്ടൻ ഇക്കായാണ് ഈ തവണ വാങ്ങിയത്. കഴിഞ്ഞ തവണ ഞാൻ വാങ്ങിയിട്ട് കറക്റ്റായിട്ടില്ല എന്നും പറഞ്ഞ ആൾ തന്നെ നേരിട്ട് പോയി വാങ്ങുകയാണ് ചെയ്തത് കേട്ടോ. രാവിലെ ഇക്ക പിള്ളേരായിട്ട് സലൂണിലൊക്കെ പോയി പിന്നെ മട്ടനൊക്കെ വാങ്ങിയിട്ടാണ് കേട്ടോ വന്നത്. അപ്പോൾ ഞാൻ ഇന്ത്യൻ മട്ടനാണ് വാങ്ങിച്ചിരുന്നത്. അപ്പോൾ ഇക്ക ഓസ്ട്രേലിയൻ മട്ടനാണ് കേട്ടോ വാങ്ങിയത്. അപ്പോൾ അതിൽ നല്ല പോലെ നെയ്യും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് കൊണ്ടുവന്ന ഉടനെ തന്നെ നമ്മളുടെ ഉപ്പും മഞ്ഞൾപ്പൊടിയും വിനാഗിരിയും ആഡ് ചെയ്തിട്ട് നല്ലോണം തിരുമ്മണം. വെള്ളമൊന്നും ആഡ് ചെയ്യാതെ നല്ലോണം തിരുമ്മിയതിന് ശേഷം അതവിടെ 1 മണിക്കൂറത്തേക്ക് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഫ്രൂട്ട് സാലഡിലേക്ക് 2 കളർ ഗ്രേപ്സും ആപ്പിളും അനാറുമാണ് കേട്ടോ. അപ്പോൾ അതെല്ലാം കട്ട് ചെയ്ത് ഒരു ബൗളിലാക്കി അങ്ങനെ ക്ലോസ് ചെയ്ത് ഫ്രിഡ്ജിലേക്ക് വെക്കുന്നുണ്ട്. പിന്നെ അടുത്തത് നമ്മളുടെ ബ്രെഡ് പോക്കറ്റിലേക്കുള്ള ഫില്ലിംഗ് ആണ്. അതിലേക്ക് വേണ്ടിയിട്ട് ചിക്കൻ ഞാൻ ഓൾറെഡി എല്ലാത്തിലേക്കും വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും പെപ്പറൊക്കെ ഇട്ട് വേവിക്കാൻ വേണ്ടിയിട്ട് വന്ന പാടെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതിലേക്ക് കുറച്ച് ക്യാബേജ്, പിന്നെ ഒനിയൻ, പിന്നെ നമ്മളുടെ വേവിച്ച ചിക്കൻ കുറച്ച് ഷ്രെഡ് ചെയ്തത്, പിന്നെ ഒരു കുക്കുംബർ, പിന്നെ അതിലേക്ക് ഒരു തൂമ് ഉണ്ടാക്കിയിട്ട് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതിന് ഒരു മുട്ട, ഗാർലിക്, കുറച്ച് വിനീഗർ, ഒലിവ് ഓയിൽ, ഉപ്പ്, ഷുഗർ, ഇത്ര നല്ല പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ട് അതും കൂടി ആഡ് ചെയ്തിട്ട് നമ്മുടെ ബ്രെഡ് പോക്കറ്റിൻ്റെ മസാല മാറ്റി വെക്കുന്നുണ്ട്. അടുത്തത് നമ്മളുടെ ബ്രെഡ് പോക്കറ്റിന് വേണ്ടിയിട്ടുള്ള പോക്കറ്റ് റെഡിയാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബ്രെഡ് കട്ട് ചെയ്യണ ചടങ്ങാണ് കേട്ടോ. അപ്പോൾ ആദ്യം കട്ട് ചെയ്യാൻ വേണ്ടി എടുത്ത മൂടികൾക്കൊന്നും അത്ര മൂർച്ച ഉണ്ടായിരുന്നില്ല. അവസാനം 3-4 എണ്ണം ട്രൈ ചെയ്തിട്ട് പിന്നെ ലാസ്റ്റ് ഒരു മൂടിയാണ് കേട്ടോ പെർഫെക്റ്റായിട്ട് വന്നത്. അപ്പോഴത്തേനും എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാലും കുഴപ്പമില്ല, സെറ്റായിട്ട് വന്നിട്ടുണ്ട്. 2 ബ്രെഡ് ഇതേപോലെ ചേർത്ത് വെച്ചിട്ട് നല്ലോണം ഒന്ന് ഒരുമിച്ച് വെച്ച് പരത്തിയെടുക്കുക. എന്നിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മളുടെ മുട്ട മിക്സ് ചെയ്തതിലേക്ക് മുക്കി ബ്രെഡ് ക്രംസിൽ മുക്കിയിട്ട് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. മുട്ടയിൽ നല്ലപോലെ കോട്ട് ചെയ്തെടുക്കണം, അതല്ലെങ്കിൽ അത് വിട്ടുപോകും കേട്ടോ. വിട്ടുപോകാതെ നമുക്കത് സെൻറ്ററിൽ കട്ട് ചെയ്യുമ്പോൾ ഒരു പോക്കറ്റ് പോലെ കിട്ടും. അപ്പോൾ ബ്രെഡ് പോക്കറ്റൊക്കെ ഇപ്പോൾ എല്ലാവരും ഉണ്ടാക്കുന്നതായിരിക്കും, എന്നാലും ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. എന്നിട്ട് ബ്രെഡ് ക്രംസിൽ മുക്കിയിട്ട് അതിൻ്റെ പോക്കറ്റുകളും റെഡിയാക്കി മാറ്റി വെക്കുന്നുണ്ട്. ബ്രെഡ് പോക്കറ്റിൻ്റെ മസാലയിലേക്ക് നമുക്ക് ഇഷ്ടമുള്ളത് ആഡ് ചെയ്യാം കേട്ടോ. ക്യാരറ്റ് വേണമെങ്കിൽ ആഡ് ചെയ്യാം, മയോണൈസും കെച്ചപ്പും മാത്രം മിക്സ് ചെയ്യാം. ഞാൻ എൻ്റേതായിട്ടുള്ള രീതിയിൽ ഇഷ്ടപ്പെട്ട രീതിയിലാണ് കേട്ടോ അങ്ങനെ ചെയ്തേക്കുന്നത്. തൂമ എടുത്ത് ആഡ് ചെയ്താലും ടേസ്റ്റാണ്. ഇനി അടുത്തത് നമ്മളുടെ ബർഗറിലേക്കുള്ളൊരു വേറൊരു മസാല റെഡിയാക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബട്ടറും കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടി ആഡ് ചെയ്തിട്ട് നമ്മളുടെ സവാള ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. പിന്നെ ഒരു 3-4 ഗാർലിക്ക്, പിന്നെ നമ്മൾ ക്യാപ്സിക്കം ഒരു ഫുൾ എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഒരു ഹാഫ് ക്യാരറ്റും, പിന്നെ ഗാർലിക് ഇടാൻ ഞാൻ മറന്നുപോയി, അപ്പോൾ അതുകൊണ്ട് ഒനിയൻ ഇട്ടതിന് ശേഷമാണ് കേട്ടോ ആഡ് ചെയ്യുന്നത്. എന്നിട്ട് ഇതെല്ലാം കൂടി ഇട്ടിട്ട് നല്ലവണ്ണം വഴറ്റുക. പിന്നെ നമ്മൾ വേവിച്ച ചിക്കൻ ഷ്രെഡ് ചെയ്തത് അതും അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ ചിക്കൻ ആയിരിക്കണം കേട്ടോ എല്ലാത്തിലും, അപ്പോൾ അതാണല്ലോ ടേസ്റ്റ്. പിന്നെ ആവശ്യത്തിന് ഉപ്പും പെപ്പറും ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മൈദപ്പൊടി, ഒരു 2-3 ടേബിൾ സ്പൂൺ മൈദപ്പൊടി ഇട്ടിട്ട് നല്ലോണം അതിൻ്റെ ഒരു പച്ച ഇത് മാറുന്ന വഴറ്റിയെടുത്തിട്ട് അതിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ശരിക്കും നല്ല തിക്കായിട്ട് വരും. പിന്നെ കുറച്ച് കുക്കിംഗ് ക്രീമും കൂടി ആഡ് ചെയ്യുന്നുണ്ട്.
പിന്നെ അതിലേക്ക് പൊടികളായിട്ട് ഒറിഗാനോ ചില്ലി ഫ്ലേക്സ് അതും കൂടി ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതോടുകൂടി അതിൻ്റെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ബർഗറിൻ്റെ ഈ ഒരു ഫില്ലിങ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതേപോലെ ഉണ്ടാക്കാത്തവരാണെങ്കിൽ അതൊന്ന് ട്രൈ ചെയ്തോ, അടിപൊളിയാണ്. പിന്നെ കുറച്ച് ചീസും കൂടി ഇട്ടിട്ടാണ് അതൊന്ന് ഓവനിൽ മൈക്രോവേവ് ചെയ്തെടുത്തത് കേട്ടോ. അങ്ങനെ അത് സെറ്റായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ മട്ടൻ ഒന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മട്ടൻ ഒരു മണിക്കൂറോളം നമ്മൾ ഓസ്ട്രേലിയൻ മട്ടനൊക്കെയാണ് വാങ്ങുന്നതെങ്കിൽ നല്ലപോലെ ഉപ്പും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറച്ച് വിനാഗിരിയും സോൾട്ടും മഞ്ഞൾപ്പൊടിയൊക്കെ തേച്ച് ഒരു മണിക്കൂറോളം കുറഞ്ഞത് വെക്കണം. എന്നിട്ട് നന്നായിട്ട് വാഷ് ചെയ്ത് ക്ലീനാക്കി എടുക്കണം കേട്ടോ. എന്നിട്ട് അത് നല്ലപോലെ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് നല്ലപോലെ തിളപ്പിച്ചെടുക്കണം. തിളപ്പിക്കുമ്പോൾ അതിൽ നല്ലപോലെ നെയ്യ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ആ തിളച്ച് വന്ന വെള്ളം നമ്മൾ നല്ലവണ്ണം ഊറ്റിക്കളയണം. എന്നിട്ട് രണ്ടാമത് വെള്ളം ഒഴിച്ചിട്ടാണ് ഉപ്പും പെപ്പറും ഇട്ടിട്ട് അത് വേവിച്ചെടുക്കുന്നത് കേട്ടോ. അല്ലെങ്കിൽ നല്ല നെയ്ക്കട്ട ഉണ്ടായിരിക്കും. അപ്പോൾ നെയ്യ് നല്ലപോലെ ഒഴിവാക്കാനായിട്ടുള്ള നല്ലൊരു വഴിയാണ് കേട്ടോ അത്. നല്ലപോലെ തിളപ്പിച്ച വെള്ളം കളഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നാലും നെയ്യ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഈ ഒരു മട്ടൻ്റെ വെള്ളത്തിലാണല്ലോ റൈസ് വേവിച്ചെടുക്കണം. അപ്പോൾ ആ ഒരു വെള്ളത്തിൻ്റെ ക്വാണ്ടിറ്റി കുറച്ചെടുത്താൽ മതി. അല്ലെങ്കിൽ നെയ്യ് കുറച്ച് കൂടുതലായിരിക്കും കേട്ടോ റൈസിലൊക്കെ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമ്മുടെ ബ്രെഡ് പോക്കറ്റ് ഞാനൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളുടെ ലെമൺ ജ്യൂസും ആക്കി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ശംഖുപുഷ്പത്തിൻ്റെ ലാസ്റ്റ് ട്രേ ആണ് കേട്ടോ, ഇനി ഇല്ല സംഭവം. അപ്പോൾ അത് വെച്ചിട്ട് ലെമൺ ജ്യൂസൊക്കെ ആക്കി അത് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ട്. പിന്നെ ബർഗർ ഞാൻ ഓൾറെഡി വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിലേക്ക് ആ ഫില്ലിങ്ങും നമ്മളുടെ ചീസും വെച്ചിട്ട് നമ്മളുടെ ഓവനിലേക്ക് വെക്കുന്നുണ്ട്. ആ ഒരു ടൈം ആകുമ്പോൾ ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതിയല്ലോ. പിന്നെ ബ്രെഡ് പോക്കറ്റിലേക്കും മസാല ആക്കി റെഡിയാക്കി അതും വെക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് വൈകി കിച്ചണിലേക്ക് കയറിയത് കൊണ്ട് തന്നെ നല്ല ഹറിബറി ആയിരുന്നു കേട്ടോ. കാരണം ഇത്രയും കുട്ടികളും വരും, നമ്മൾ മാത്രമേ ഉള്ളെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാമല്ലോ. അപ്പോൾ നല്ല തിരക്കാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഹാറൂനും ഒക്കെ എക്സാം കഴിഞ്ഞ് വന്നിട്ടുണ്ട്. ഹംദാന് സ്റ്റഡി ലീവാണ് കേട്ടോ. അപ്പോൾ അവർക്ക് ഫുഡ് കൊടുക്കൽ, എൻ്റെ നിസ്കാരം കാര്യങ്ങളൊക്കെ അതിൻ്റെ ഇടയിൽ നടക്കുന്നുണ്ട്. എന്തായാലും മജ്ബൂസ് ഉണ്ടാക്കൽ നോമ്പ് തുറക്കുന്നതിന് മുമ്പ് നടക്കൂല എന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ അത് മഗ്‌രിബിന് ശേഷം കിച്ചണിലേക്ക് കയറാം, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാമല്ലോ. ഏറ്റവും ഈസി ആയിട്ടുള്ള ഫുഡല്ലേ. അപ്പോൾ ബാക്കിയുള്ളത് എല്ലാം നോമ്പ് തുറക്കുന്ന സംഭവങ്ങളെല്ലാം വൃത്തിയാക്കി ചെയ്യാന്നുള്ള ഇതിലാണ് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനിത് മസാല ആക്കി വെച്ചിട്ടുള്ള പഴമായിരുന്നു കേട്ടോ ഫ്രിഡ്ജിൽ വെച്ചത്. അപ്പോൾ അതും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. പഴം നല്ല നീളത്തിൽ കട്ട് ചെയ്തിട്ട് നമ്മളുടെ മുട്ടയുടെയും പാലിൻ്റെയും മിക്സിൽ മുക്കിയിട്ട് ബ്രെഡ് ക്രംസിൽ മുക്കി പൊരിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അത് ഏറ്റവും ടേസ്റ്റ് ഈ പറഞ്ഞോണം നെയ്യിലാണ്. നെയ്യിലാക്കിയെടുക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ. നല്ല നാടൻ പഴമൊക്കെ ആണെങ്കിൽ അടിപൊളിയാണ്. പഴംപൊരിനേക്കാളും ടേസ്റ്റാണ് കേട്ടോ സംഭവം. ഇതിൻ്റെ മുകളിൽ കുറച്ച് മിൽക്ക് മെയ്ഡും കൂടി ഒഴിച്ചിട്ടുണ്ടെങ്കിൽ പറയണ്ട, അടിപൊളിയാണ്. അപ്പോൾ എനിക്ക് പഴംപൊരിനേക്കാളും കൂടുതൽ ഇഷ്ടം ഈ ഒരു സംഭവമാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ മിൽക്ക് മെയ്ഡൊന്നും ഒഴിച്ചിട്ടില്ല, അതങ്ങനെ തന്നെ വെക്കുകയാണ് കേട്ടോ. അങ്ങനെ ഏകദേശം ഒരു 5:30 കഴിഞ്ഞിട്ടുണ്ട്. അപ്പോഴത്തേനും ഇക്കായും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇക്കൊന്ന് വന്നെങ്കിൽ എന്ന് ഞാൻ വിചാരിച്ചിട്ടാണ്. കാരണം ഹാസിമ് അവൻ്റെ കളിയുടെ ഒരു പീക്ക് ലെവലിലാണ് കേട്ടോ. എങ്ങനെയൊക്കെ ഉപദ്രവിക്കാമോ ആ രീതിയിലൊക്കെ മൂപ്പരൻ്റെ പുറകെ നടക്കുന്നുണ്ട്. ഇക്ക വന്നു കഴിഞ്ഞപ്പോൾ സത്യം പറഞ്ഞൊരു സമാധാനമായി. അപ്പോൾ ആൾ വന്നപ്പോൾ ഒരു വാട്ടർ മെലൺ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇന്ന് ഹംദാൻ്റെ ബർത്ത്ഡേ അല്ലേ. അപ്പോൾ അവന് കട്ട് ചെയ്യാൻ പാകത്തിനൊരു കേക്കിൻ്റെ ഷേപ്പിലൊക്കെ ആയിട്ടൊക്കെ വെറുതെ കട്ട് ചെയ്തൊക്കെ അങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫ്രൂട്ട് സാലഡിലേക്ക് ഞാൻ കസ്റ്റാർഡ് ഒന്നും ഇന്ന് ഉണ്ടാക്കിയിട്ടില്ല. ജസ്റ്റ് ഫ്രഷ് ക്രീമും മിൽക്ക് മെയ്ഡും കൂടി മിക്സ് ചെയ്തിട്ട് അങ്ങനെ ആഡ് ചെയ്യാണ് കേട്ടോ ചെയ്തത്. ഒരു എളുപ്പപ്പണി അങ്ങനെ വിചാരിച്ചത്. പക്ഷേ ശരിക്കും കസ്റ്റാർഡാണ് കേട്ടോ കുറച്ചുകൂടി ടേസ്റ്റ്. എന്നാലും ഇതും അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ ഫ്രൂട്ട് സാലഡൊക്കെ ഓരോ ബൗളിലേക്ക് ആക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതേപോലെ ജ്യൂസ്, വാട്ടർ മെലണിൻ്റെ ജ്യൂസ് അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ വലിയൊരു ബോട്ടിലേക്ക് അതും ഒഴിച്ചു വെക്കുന്നുണ്ട്. ടേബിളിലേക്ക് വെള്ളവും ജ്യൂസൊക്കെ എടുത്ത് വെക്കാൻ സത്യം പറഞ്ഞാൽ പേടിയാണ്. ഹാസിമും ഒരു ജ്യൂസ് എടുത്ത് മറ്റേ ജ്യൂസിലേക്ക് മിക്സ് ചെയ്തൊക്കെ ഒഴിക്കും കേട്ടോ. അപ്പോൾ വാട്ടർ മെലണിൻ്റെ ജ്യൂസ് പേടിക്കാനില്ല, ഈ ഒരു ബോട്ടിലിൻ്റെ അകത്തായതുകൊണ്ട് സേഫാണ്. അപ്പോൾ നമ്മളുടെ ലെമൺ ജ്യൂസ് ഗ്ലാസ്സിൽ ഒഴിച്ച് വെക്കുമ്പോൾ സത്യം പറഞ്ഞാൽ പേടിയായിരുന്നു. അതേപോലെ തന്നെ അവൻ ഓരോ ഗ്ലാസ്സിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആഡ് ചെയ്യും, പച്ചവെള്ളമൊക്കെ ഒഴിക്കുകയൊക്കെ ചെയ്തു. കുറേ വെള്ളമൊക്കെ ആൾ കുട്ടിയുടെയൊക്കെ ചെയ്തിട്ടാണ്. പിന്നെ അതൊക്കെ സെറ്റാക്കി അവിടെയൊക്കെ തുടച്ച് ക്ലീനിങ് അതിൻ്റെ പുറകിൽ ഇങ്ങനെ നടക്കുന്നുണ്ട്. പിന്നെ രണ്ടിലേക്കും ഞാൻ കുറച്ച് കസ്കസ് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ, ലെമണിലേക്കും ആഡ് ചെയ്യുന്നുണ്ട്, അതേപോലെ വാട്ടർ മെലണിലും ഒഴിച്ചിട്ടുണ്ട്. അങ്ങനെ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്ത്, ഫ്രൂട്ട്സൊക്കെ ഇക്കായാണ് കേട്ടോ കട്ട് ചെയ്തത്, എല്ലാം ടേബിളിലേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിള്ളേർ വന്നിട്ടില്ല ഇതുവരെ.
അപ്പോൾ ഹംദാനും അസറിൻ്റെ സമയത്ത് പള്ളിയിലേക്ക് പോയതാണ്. പിന്നെ അവരൊക്കെ കൂട്ടി വരാമെന്നും പറഞ്ഞിട്ട് അങ്ങനെ പോയേക്കുവാണ് കേട്ടോ. ഹംദാൻ്റെ ബർത്ത്ഡേ എന്നും മാർച്ചിലായതുകൊണ്ട് തന്നെ ഒന്നെങ്കിൽ എക്സാം ആയിരിക്കും, അല്ലെങ്കിൽ സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റിയൊരു മൂഡൊന്നും ഉണ്ടായിരിക്കില്ല കേട്ടോ. കഴിഞ്ഞ തവണയും നോമ്പ് തന്നെയായിരുന്നു എന്ന് തോന്നുന്നു. നാട്ടിലാണെങ്കിലും ഒരു കളർ ഡ്രസ്സ് ഇട്ട് പോവും. എക്സാം ടൈം ആയതുകൊണ്ട് സെലിബ്രേഷനോ കാര്യങ്ങളോ അതിനുള്ള മൂഡും ഉണ്ടാവില്ല. പിന്നെ ഇവിടെയും ഇക്കാക്കും അങ്ങനെ ബർത്ത്ഡേ സെലിബ്രേഷനോടൊന്നും വലിയ താല്പര്യമൊന്നുമില്ല. പിന്നെ പിള്ളേർ പറയുമ്പോൾ അതനുസരിച്ച് എന്തെങ്കിലും ചെയ്തു കൊടുക്കും എന്നല്ലാതെ. അപ്പോൾ അവരെ വിളിക്കണമെന്ന് ഇങ്ങോട്ട് വന്ന് പറയാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ പിന്നെ നോമ്പ് തുറക്കണൊരു കാര്യമല്ലേ, കുഴപ്പമില്ലല്ലോ. അങ്ങനെ അവരൊക്കെ 2-3 പേര് വന്നിട്ടുണ്ട്, ഇനി 2 പേര് വരാനുണ്ട് കേട്ടോ. അപ്പോൾ അവർ വന്നപ്പോൾ തുടങ്ങി അവരെ മര്യാദയ്ക്ക് ഇരിക്കാൻ സമ്മതിച്ചിട്ടില്ല കേട്ടോ ഹാസിം. വെറുതെ അവരുടെ സോഫയുടെ മുകളിൽ കയറിയിട്ട് അവരുടെ മേത്തേക്ക് ചാടി ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. മൂപ്പർക്ക് ഒരു നേരം പോക്ക് അത്രേ ഉള്ളൂ. അപ്പോൾ അവർ അത് നല്ലപോലെ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ ഇവൻ്റെ ആക്ഷനും ഇതൊക്കെ കണ്ടിട്ട്. ഹംദാൻ്റെയും ഹാസിമിൻ്റെയും മുടിയിൽ നിന്ന് വെട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. തല 2 പേരുടെ ആർത്ത് കയറിയൊക്കെയായിരുന്നു. ഇപ്പോൾ വെട്ടിക്കഴിഞ്ഞപ്പോൾ ഒരു മുഖത്തിനൊരു വെളിച്ചം വന്ന പോലെ ഉണ്ട്. ഒരു കുറുമ്പും ഇത്തിരി കുറച്ച് കൂടിയിട്ടുമുണ്ട്. അങ്ങനെ ബാങ്ക് കൊടുക്കുന്ന സമയമായി. അങ്ങനെ നമ്മളെല്ലാവരും കൂടി ഇരുന്നിട്ട് അങ്ങനെ നോമ്പ് തുറന്നിട്ടുണ്ട് കേട്ടോ. കഴിഞ്ഞ തവണ കുറേ നമ്മൾ സ്നാക്സും കാര്യങ്ങളൊക്കെ പുറത്തുനിന്ന് കുറച്ച് കൂടുതലും കൂടി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അന്ന് ഒരുപാട് ബാക്കി വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇത്തവണ ഒന്നും എക്സ്ട്രാ വാങ്ങിയിട്ടില്ല. പിള്ളേർ ബർഗർ എല്ലാവരും എടുത്തിട്ട് അപ്പം തന്നെ ബർഗർ അങ്ങനെ എടുത്ത് തീർന്നു. പിന്നെ ഓരോന്നോരോന്ന് അങ്ങനെ കഴിക്കുക ചെയ്തിട്ട് ഈ ഫ്രൂട്ട്സൊക്കെ അങ്ങനെ തന്നെ കുറച്ച് കൂടുതൽ തന്നെ ബാക്കിയായിരുന്നു. അപ്പോൾ അത് പിറ്റേ ദിവസത്തേക്ക് ഞാനൊരു ബോക്സിലേക്ക് ആക്കി വെക്കുകയാണ് കേട്ടോ ചെയ്തത്. ബാക്കി അൽഹംദുലില്ലാ എല്ലാവരും കഴിച്ചിട്ടുണ്ട്. പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു 9:30 ആകുമ്പോൾ മെയിൻ ഫുഡ് നമ്മുടെ മജ്ബൂസ് കഴിക്കാൻ വേണ്ടിയിട്ട് വരാൻ പറഞ്ഞ് എല്ലാവരുടെ അടുത്തും വിട്ടിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും വരാൻ പറ്റിയില്ല, പക്ഷെ 2-3 പേര് വന്ന് അങ്ങനെ അവർ അത് കഴിക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കിനി മെയിൻ ഫുഡ് മരിവ് കഴിഞ്ഞിട്ട് ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ ഫുഡൊക്കെ കഴിക്കണതിൻ്റെ ഇടയ്ക്ക് അങ്ങനെ വാട്ടർമെലൺ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, വാട്ടർമെലൻ്റെ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ഹംദാനെ വിളിച്ച് അതിനോരോ പീസ് എല്ലാവർക്കും അങ്ങനെ എടുത്തൊക്കെ കൊടുത്തിട്ടാണ്. അങ്ങനെ അൽഹംദുലില്ലാ ഫുഡൊക്കെ കഴിച്ച് പിള്ളേരെല്ലാവരും കൂടി അങ്ങനെ പള്ളിയിലേക്ക് പോയി. ഇക്ക വീട്ടിൽ നിന്ന് തന്നെയാണ് കേട്ടോ നിസ്കരിച്ചത്. എനിക്ക് നല്ല തണുപ്പാവുമ്പോൾ തുടങ്ങി ഭയങ്കര കാലുവേദനയാണ് കേട്ടോ. ഒന്നാമത് ഈ ടൈല് അത്ര സുഖമില്ല, ചെരുപ്പില്ലാതെ കുറച്ച് നേരം നടന്നാൽ തന്നെ കാലിന് ഭയങ്കര പെയിനായിരിക്കും കേട്ടോ. അതേപോലെ മക്കൾ വന്ന് പോയപ്പോൾ തന്നെ ആസ് യൂഷ്വൽ നല്ല ചെളിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പെട്ടെന്ന് അഴുക്കുമാവും, അതേപോലെ നല്ല കാലിന് ബുദ്ധിമുട്ട് വരുന്നൊരു പ്രത്യേക തരം ടൈലാണ് കേട്ടോ അത്. പിന്നെ അങ്ങനെ ഞാൻ ക്ലീനിങ്ങും പാത്രം കഴുകലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ എല്ലാം ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇക്ക കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കയറിയിട്ടുണ്ട് കേട്ടോ. മജ്ബൂസ് അല്ലെങ്കിൽ മന്തിയൊക്കെ കുക്ക് ചെയ്യാൻ ആൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഒലിവ് ഓയിലും സൺഫ്ലവർ ഓയിലും മിക്സ് ചെയ്ത് ഒഴിച്ചിട്ട് നമ്മളുടെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും കൂടി ചതച്ചത് ഇട്ട് ഓൾ സ്പൈസസും എല്ലാം കൂടി ഇട്ട് നല്ലപോലെ വഴറ്റിയെടുത്തിട്ട് അതിലേക്ക് സവാളയും തക്കാളിയൊക്കെ ഇട്ട് വഴറ്റി നമ്മളുടെ വേവിച്ച മട്ടനും അതിലേക്ക് കുറച്ച് സാഫ്രോണും ഒക്കെ ഇട്ട് കൊടുത്ത് അങ്ങനെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മട്ടൻ നല്ല മട്ടനായിരുന്നു കേട്ടോ. ഇന്ത്യനേക്കായും ഓസ്ട്രേലിയൻ മട്ടനിൽ നല്ല നെയ്യ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ നെയ്യ് കളഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ ഏറ്റവും ടേസ്റ്റ് ഈ ഒരു സംഭവം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഒരു 3.5 ഗ്ലാസ്സോളം ബസ്മതി റൈസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് 1 ഗ്ലാസ്സിന് 2 ഗ്ലാസ് എന്നുള്ള കണക്ക് വെച്ചിട്ട് ആണ് കേട്ടോ വെള്ളം എടുത്തത്. മട്ടൻ വേവിച്ച വെള്ളത്തിൽ നിന്ന് 2 ഗ്ലാസ്സേ ഞാൻ എടുത്തിട്ടുള്ളൂ, കാരണം നെയ്യ് കൂടുതലുള്ളതുകൊണ്ട് തന്നെ. ബാക്കി നോർമൽ വെള്ളം തന്നെയാണ് കേട്ടോ ആഡ് ചെയ്തത്. അപ്പോൾ നമ്മളുടെ മട്ടൻ മജ്ബൂസ് നല്ല അടിപൊളിയായിട്ട് റെഡിയായിട്ട് വന്നിട്ടുണ്ട്. തറാവയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അവരൊരു 9:45 ഒക്കെ ആയപ്പോൾ അവർ വന്ന്. അപ്പോൾ ഇക്ക ഇപ്പോഴാണ് കേട്ടോ മീറ്റിങ്ങിന് പുറത്തേക്ക് പോണത്. അപ്പോൾ ആളുടെ ടൈമിംഗ് ഒക്കെ അങ്ങനെയാണ്. പ്രത്യേകിച്ച് റമളാനിന് രാത്രി പുറത്തേക്ക് പോയിട്ട് പിന്നെ 1 മണി 2 മണിയൊക്കെ ആകുമ്പോൾ വന്ന് കിടക്കുക, അങ്ങനെയൊക്കെയാണ് കേട്ടോ. അങ്ങനെ പിള്ളേരൊക്കെ ഫുഡൊക്കെ കഴിച്ച് ഇക്ക സമയത്ത് പുറത്തേക്ക് പോകാൻ വേണ്ടി റെഡി ആവുന്നുണ്ട്. ഹാസിം ഇവിടെ തകൃതിയായിട്ട് കളിച്ച് നടക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ ഇന്നത്തെ ഹംദാൻ്റെ ബർത്ത്ഡേ വിശേഷങ്ങൾ. അങ്ങനെ മെയിൻ ഫുഡ് കഴിക്കൽ കഴിഞ്ഞ് കുട്ടികൾ പോയപ്പോഴത്തേനും എൻ്റെ നടുവൊക്കെ ഏകദേശം ഒരു തീരുമാനമായിട്ടുണ്ട്. അങ്ങനെ എൻ്റെ നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഒരു 12 മണിയൊക്കെ ആയപ്പോഴാണ് ഞാൻ ഫുഡ് കഴിക്കാനിരിക്കുന്നത്. പണ്ടത്തെ പോലെയൊന്നും ഫുഡ് കഴിക്കലും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ, വളരെ കുറവാണ്. കഴിക്കാൻ തന്നെ പറ്റാറില്ല. സ്നാക്സൊക്കെ ആണെങ്കിലും
പണ്ടൊരു 3-4 തവണ രാത്രി തന്നെ നമ്മൾ കഴിക്കും. ആദ്യം നോമ്പ് തുറക്കുമ്പോൾ കഴിക്കും, അത് കഴിഞ്ഞ് ഉടനെ നിസ്കാരം കഴിഞ്ഞിട്ട് നമ്മൾ മെയിൻ ഫുഡ് കഴിക്കും, പിന്നെ രാത്രി ഉറങ്ങാൻ നേരത്ത് ചോറ് കഴിക്കും, പിന്നെ ഇടയത്താഴം കഴിക്കും. അങ്ങനെയൊക്കെ ആയിരുന്നു. ഇപ്പോൾ അതിൻ്റെ ഒരു ശതമാനം പോലും കഴിക്കാൻ പറ്റാറില്ല. ഇടയത്താഴം വളരെ കുറച്ച് തന്നെയാണ്. അപ്പോൾ ഇപ്പോൾ നല്ല ചൂടനെ മജ്ബൂസ് കുറച്ച് ഞാൻ കൂടുതൽ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇടയത്താഴം എണീക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഹംദാന് ക്ലാസ്സില്ല, ഹാറൂനും ക്ലാസ്സിൽ വിടണം. അപ്പോൾ ഇന്നലത്തെ തലേദിവസത്തെ നമ്മുടെ ബർഗറിൻ്റെ മസാല കുറച്ച് ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ അങ്ങനെ തന്നെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവന് സ്കൂളിലേക്ക് കൊടുത്തു വിടാനായിട്ട് കാര്യമായിട്ടൊന്നുമില്ല. മന്തി കുറച്ച് ബാക്കിയുണ്ട്, പക്ഷെ അത് കൊടുത്തു വിട്ട് കഴിഞ്ഞാലും അത്യാവശ്യം നെയ്യും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇനി ചൂടാറിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിക്കാൻ ബുദ്ധിമുട്ടായാലോ എന്ന് കരുതി ഞാൻ കൊടുത്തയച്ചില്ല. കുറച്ച് പാസ്ത ഇരിപ്പുണ്ടായിരുന്നു, അപ്പോൾ അത് വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ആ ബർഗറിൻ്റെ മസാല നല്ലപോലെ ഒന്നുകൂടി ഒന്ന് വഴറ്റിയെടുത്തിട്ട് അതിലേക്ക് കുറച്ച് കുക്കിംഗ് ക്രീമും ഒരു ചെറിയ പീസ് ബട്ടറും ഇട്ട് നമ്മളുടെ വേവിച്ച പാസ്ത ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതാണ് അവന് സ്കൂളിലേക്ക് കൊടുത്തയച്ചത്. ഒരു ലഞ്ച് ബോക്സേ കൊടുത്തയക്കാറുള്ളൂ. 1 മണിയൊക്കെ ആകുമ്പോഴത്തേനും വീട്ടിലെത്തും കേട്ടോ. ഒരു 12 മണി വരെയൊക്കെ ഉള്ളൂ. എന്നാലും സ്നാക്സ് വെക്കുന്നില്ല, ഫ്രൂട്ട്സ് എന്തെങ്കിലും വെക്കാത്ത എന്താ എന്നൊക്കെ ചോദിച്ചിട്ട് ആൾ ബഹളമാണ് കേട്ടോ. അപ്പോൾ നാളെ തുടങ്ങി ഇനി 2 ഇത് കൊടുത്തിടാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ആൾക്ക് നല്ല ഉറക്കക്ഷീണം. തലേ ദിവസം എല്ലാവരും വീട്ടിലുണ്ടായിരുന്നുകൊണ്ട് കളിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഉറങ്ങിയപ്പോഴും കുറച്ച് ലേറ്റായിട്ടുണ്ട്. അപ്പോൾ ഇന്ന് അവന് എക്സാമും ഉണ്ട് കേട്ടോ, ഹിന്ദി എക്സാമുമാണ്. അപ്പോൾ ഞാൻ പുറകെ ഉമ്മി എന്തിനാ ഫോണും പിടിച്ച് എൻ്റെ പുറകെ കിടക്കണേന്ന് ചോദിച്ചിട്ട് ആൾക്ക് ആകെ ദേഷ്യം, കണ്ണും തുറയണില്ല, നല്ല ഉറക്കക്ഷീണമൊക്കെ ആയിട്ട്. കുളിച്ചിട്ടുണ്ടെങ്കിലും ആൾക്ക് നല്ല ടയേർഡാണ് കേട്ടോ. പാവത്തിന് സങ്കടവും തോന്നി കണ്ടപ്പോൾ. അങ്ങനെ ആറും പോയി. ഞാൻ കുറച്ച് നേരം ഓതാനിരിക്കാമെന്ന് വിചാരിച്ച്. പിന്നെ ഓതലും കഴിഞ്ഞ് പിന്നെയും എനിക്ക് ഒരുപാട് പാത്രങ്ങളുണ്ടായിരുന്നു. എവിടെ നിന്നാണ് ഈ പാത്രങ്ങളെന്ന് യാതൊരു ഐഡിയ ഇല്ല. തലേദിവസം അത്യാവശ്യം ക്ലീൻ ചെയ്തെങ്കിലും നമ്മളുടെ മന്തിയുടെയൊക്കെ ബാക്കി ബാലൻസൊക്കെ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചതിന് ശേഷം പിന്നെയും കുറേ പാത്രങ്ങളുണ്ട്. പിന്നെയും കിച്ചൺ ഒതുക്കാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് മുമ്പ് കിച്ചണിലേക്ക് കയറിയാൽ പിന്നെ ഇറങ്ങലുണ്ടാവില്ല എന്ന് വിചാരിച്ച് ഞാനങ്ങനെ ഓതാതിരുന്നതാണ്. വീഡിയോ എടുക്കുന്നത് കൊണ്ട് തന്നെ ഞാൻ അത്യാവശ്യം എല്ലാ പാത്രങ്ങളും ക്രോക്കറി ഷെൽഫിലിരുന്ന പാത്രങ്ങളാണെങ്കിലൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെയായിരിക്കും അത്യാവശ്യം പാത്രങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഒന്ന് കിടന്നെണീക്കണം. ഹാസിമ അപ്പോഴത്തേനും എണീക്കും ഒരു 9:30 ആകുമ്പോൾ. അപ്പോൾ അതിന് മുമ്പ് ഒന്ന് എനിക്ക് കിടക്കുകയും വേണം. അപ്പോൾ ഇത്രയൊക്കെ ആയിരുന്നു കേട്ടോ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, റെസിപ്പികളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് ഫീഡ്ബാക്സൊക്കെ അറിയിക്കുക. മറ്റൊരു വ്ളോഗിൽ വീണ്ടും കാണാം. ഓക്കെ ബൈ, താങ്ക് യു, അസ്സലാമു അലൈക്കും.